ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം, ഭാഗം 2368. ഇന്ന് ജൂൺ മാസം 25-ാം തീയതി, 176-ാമത്തെ ദിവസത്തിലെത്തി. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റില്ല. സുവിശേഷത്തിൻ്റെ താളുകൾ നിറയെ അല്ലല്ലത് ഇങ്ങനെ പരന്നും ഒഴുകി നിറഞ്ഞും കിടക്കുന്നത്. ഈ ഭൂതലമാകെയാണ് പ്രപഞ്ചം നിറയെ യേശുവിൻ്റെ സ്നേഹമുണ്ട്. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാവാം ഉള്ളിലുള്ള സ്നേഹത്തെ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കണമെന്ന് തോന്നിയത്. നല്ല കാര്യമാണ്. സാധിച്ചാൽ ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അവനവൻ്റെ ഉള്ളിലെ സ്നേഹത്തെ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കാവോ. വല്ലാത്തൊരു ഞടുക്കമാവും ഏതൊരാളെ ആദ്യം ബാധിക്കുക. എന്താണെന്നറിയാമോ? ഒട്ടും സ്നേഹമില്ല ഉള്ളിലെന്ന തിരിച്ചറിവിലേക്കാണ് പതിയെത്തുക. അയ്യോ, അടിമുടി സ്നേഹമാണല്ലോ എന്നാണ് ഓരോരുത്തരും അവനവനെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ശരിയാണ്, സ്നേഹം പോലത്തെ എന്തോ ഒന്നുണ്ട്. അതിങ്ങനെ അടിമുടി നിറഞ്ഞ് കവിയുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അതെന്താണ്? അത് ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ ഇഷ്ടവും സ്നേഹവും തമ്മിൽ നല്ല അന്തരമുണ്ടോ? നല്ല വ്യത്യാസവും അകലവും ഒക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഈ നല്ല പുലരിയിൽ ഒന്ന് നമുക്ക് ധ്യാനിക്കാവുന്നത്. ഇഷ്ടം എന്താണ്? ഇഷ്ടം ഇങ്ങനെ വ്യവസ്ഥകളിൽ അധിഷ്ഠിതമാണ് കേട്ടോ. ഒരുപാട് ഉപാധികളുണ്ട് ഇഷ്ടത്തിന്. അപ്പോൾ സ്നേഹമോ? സ്നേഹം വ്യവസ്ഥകളില്ലാത്തതാണ്. അൺകണ്ടീഷണൽ ആവുന്നു നമ്മളിങ്ങനെ പറയാറുണ്ട് ഭംഗിക്ക്. പക്ഷേ നമ്മളുടെ സ്നേഹത്തിന് മുഴുവൻ വ്യവസ്ഥകളും ഉടമ്പടികളും ഉപാധികളുമാണ്. അതുകൊണ്ട് തന്നെ അത് ഇഷ്ടമായി വല്ലാതെ പരിമിതപ്പെട്ടു പോയി, ചെറുതായിപ്പോയി. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ലഭിക്കുകയും കൊടുക്കുകയും ചെയ്ത എല്ലാ സ്നേഹാനുഭവങ്ങൾക്കും അത് അങ്ങനെ വിശേഷിക്കപ്പെടാമെങ്കിൽ പിന്നിൽ കൃത്യമായ ഉടമ്പടികളുണ്ടായിരുന്നു. ഭൂമി ഇനിയും യേശുവിൻ്റെ ഭാഷയിലെ മഴ പോലെ പെയ്യുകയും വെയില് പോലെ പരക്കുകയും ചെയ്യുന്ന സ്നേഹാനുഭവങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിട്ടില്ല. യേശു തൻ്റെ അപ്പന്റെ സ്നേഹത്തെ അങ്ങനെയാണ് വെളിപ്പെടുത്തിയത്, അല്ലേ? പറഞ്ഞു തന്നത്. അപ്പന്റെ സ്നേഹത്തെ, അതായത് പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തെ യേശു അങ്ങനെയാണ് വെളിപ്പെടുത്തിയിരുന്നത്. മഴ പോലെ പെയ്യുകയും വെയിലും നിലാവും പോലെ പരക്കുകയും ചെയ്യുന്നു. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ ആരംഭ അധ്യായങ്ങൾക്കകത്ത് കിടപ്പുണ്ട് കേട്ടോ. 5-ാം അധ്യായവും 6-ാം അധ്യായവും ഒക്കെ ഒന്നും കൂടി ഒന്ന് തപ്പി വായിച്ചാലും നല്ലതാണ്. അതെ, സ്നേഹത്തെ ഒന്നുകൂടി ഇഷ്ടത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കട്ടെ. പ്രാർത്ഥനയോടെ ആമേൻ.